ഹേ മരണമേ, നിന്റെ വിഷമുള്ളെവിടെ? ഹേ പാതാളമേ, നിന്റെ ജയം എവിടെ? റോമൻ മുദ്രകളെ തകർത്തെറിഞ്ഞുകൊണ്ട് ലോകരക്ഷിതാവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നിങ്ങൾക്കേവർക്കും കാച്ചാണി CSI സഭയിലെ യുവജന സംഘടനയുടെ ഈസ്റ്റർ ദിനാശംസകൾ. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താനിനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? ഹേ പാതാളമേ, നിന്റെ ജയം എവിടെ? റോമൻ മുദ്രകളെ തകർത്തെറിഞ്ഞുകൊണ്ട് ലോകരക്ഷിതാവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നിങ്ങൾക്കേവർക്കും CSI കാച്ചാണി സഭയുടെ ഈസ്റ്റർ ദിനാശംസകൾ. സ്ത്രീയെ, നീ കരയുന്നതെന്ത്? അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ തിരയുന്നതെന്ത്? അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നിങ്ങൾക്കേവർക്കും കാച്ചാണി CSI സഭയിലെ യുവജന സംഘടനയുടെ ഈസ്റ്റർ ദിനാശംസകൾ. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. സ്ത്രീയെ, നീ കരയുന്നതിന് അവനിവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ജീവനുള്ളവൻ മരിച്ചവരുടെ ഇടയിൽ തിരയുന്നതെന്ന്? അവനിവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നിങ്ങൾക്കേവർക്കും CSI കാച്ചാണി സഭയിലെ യുവജന സംഘടനയുടെ ഈസ്റ്റർ ദിനാശംസകൾ. എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ ആകാശത്തിൻ കീഴിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എന്റെ യേശു നല്ല ഇടയൻ. എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എന്റെ യേശു നല്ല ഇടയൻ. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ, നിന്റെ വിഷമുള്ളെവിടെ? മരണത്തെയും പാതാളത്തെയും ജയിച്ച് ജയവീരനായ കർത്താവായ യേശു ക്രിസ്തു മാനവരാശിക്കായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നിങ്ങൾക്കേവർക്കും കാച്ചാണി CSI സഭയിലെ യുവജന സംഘടനയുടെ ഈസ്റ്റർ ദിനാശംസകൾ. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തെയും പാതാളത്തെയും ജയിച്ച് ജയവീരനായ കർത്താവായ യേശു ക്രിസ്തു മാനവരാശിക്കായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നിങ്ങൾക്കേവർക്കും CSI കാച്ചാണി സഭയുടെ ഈസ്റ്റർ ദിനാശംസകൾ. ശോകവേളയിൽ ആശ്വാസകൻ, കൊടുംവേയിലതിൽ തരലുമവൻ.
മനസ്സുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നതെന്ത്? അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നിങ്ങൾക്കേവർക്കും കാച്ചാണി CSI സഭയിലെ യുവജന സംഘടനയുടെ ഈസ്റ്റർ ദിനാശംസകൾ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നതെന്ത്? അവനിവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നിങ്ങൾക്കേവർക്കും CSI കാച്ചാണി സഭയിലെ യുവജന സംഘടനയുടെ ഈസ്റ്റർ ദിനാശംസകൾ. മരണത്തെയും പാതാളത്തെയും ജയിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കേവർക്കും കാച്ചാണി CSI സഭയുടെ ഈസ്റ്റർ ദിനാശംസകൾ. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല, വീഴുന്നത് തീയിലല്ല, യേശുവിൻ കരങ്ങളിലാ. വീഴുന്നത് തീയിലല്ല, യേശുവിൻ കരങ്ങളിലാ. സഹോദരനോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു, സഹകടപ്പെട്ടിരിക്കുന്നു. സഭാ കമ്മിറ്റിയുടെ എല്ലാവരുടെയും സ്വന്തം പേരിലുള്ള ആത്മായ സ്വാഗതം. അതുമായി ബന്ധപ്പെട്ട് ക്രിസ്തുവിന്റെ ഉയർപ്പിനെ കുറിച്ച് എല്ലാവരും ചിന്തിക്കാമെന്ന് കരുതുന്നു. ഒരു ദിവസം 24 അതിന്റെ 5, 6, 7 വാക്യങ്ങൾ ഞാൻ 7 വാക്യം 24 അധ്യായത്തിലെ 5, 6, 7 വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കും. ഭയപ്പെട്ട് മുഖം കുനിച്ചു നിൽക്കുമ്പോൾ അവർ അവരോട്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മുമ്പ് ഗലീലയിലിരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട് മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യനെ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കാൻ വേണം എന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളും എന്ന് പറഞ്ഞു. അവർ അവന്റെ വാക്കുകൾ ഓർത്തു. നമ്മുടെ വേദപുസ്തകത്തിൽ ദൈവമെന്ന് പറഞ്ഞ നമ്മൾ വരുമ്പോൾ ഒത്തിരി വിഷയങ്ങൾ വേദപുസ്തക വാസ്തവത്തിൽ നമ്മൾ സംസാരിക്കുന്നു. പക്ഷെ പുതിയ നിയമത്തിലെ ഏറ്റവും ശക്തമായ ഒരു ഉപദേശം എന്താണെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റവാക്കിൽ ഉത്തരം പറയാൻ സാധിക്കുന്നത് പുനരുദ്ധാനം അഥവാ ഉയർത്തെഴുന്നേൽപ്പ് എന്നാണ്. നമ്മുടെ കർത്താവായ യേശുവിന്റെ ശുശ്രൂഷയെ കുറിച്ച് പഠിച്ചാൽ, തുടർന്ന് അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയെ കുറിച്ച് പഠിച്ചാലും ഒക്കെ അവരുടെ സന്ദേശങ്ങൾ ഏറ്റവും കൂടുതൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയമാണ് ക്രിസ്തുവിന്റെ ഉയർപ്പ് എന്ന് പറയുന്നത്. ഞാൻ പുസ്തകത്തിലെ ഒരു വിഷയത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞിട്ട് ഉയർപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ദൈവമക്കൾ എന്ത് ജീവിച്ചിരിക്കുന്നവർക്ക് അതിന്റെ ഗുണമെന്താ, അതിന്റെ റിലവൻസ് എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്താനാണ് ഞാൻ വാസ്തവത്തിൽ ആഗ്രഹിക്കുന്നത്. നമ്മുടെ പുനരുദ്ധാനത്തെ കുറിച്ച് പഠിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ചുറ്റുപാടുള്ള സമൂഹത്തിൽ നിരീശ്വരവാദം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും ആൾക്കാർക്ക് പള്ളികളിൽ വരാൻ താല്പര്യമില്ല. ഒരുപക്ഷെ നമ്മുടെ ദൈവത്തിന്റെ കാര്യം പ്രസംഗിക്കുമ്പോഴോ ബൈബിളിന്റെ കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ പലപ്പോഴും ആൾക്കാർ ഇതിനെ കെട്ടുകഥകളായിട്ടോ അല്ലെങ്കിൽ മിത്തോളജി ആയിട്ടോ വിദ്യാധാരണക്കാരുടെ കൊണ്ടുവരികയാണ്. പക്ഷെ ദൈവത്തിന്റെ വചനം ശ്രദ്ധയോടെ പഠിക്കുന്നത് മനസ്സിലാകും. യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് എന്ന് പറയുന്നത് ആരെങ്കിലും കെട്ടിച്ചമച്ച ഒരു കഥയല്ല. അതിന്റെ ചരിത്രത്തിൽ തെളിവുകളുണ്ട്. ചരിത്ര തെളിവുകൾ എന്ന് പറയുമ്പോൾ അത് വിശദമായിട്ട് പറഞ്ഞ് ആഗ്രഹിക്കുന്നില്ല. ഒരുപക്ഷെ അത്യാവശ്യമായ കാര്യങ്ങൾ മാത്രം നോക്കി ഞാൻ ആഗ്രഹിക്കാം. നമ്മുടെ ദൈവത്തിന്റെ ഒരു വലിയ പ്രത്യേകത, ഒരുപക്ഷെ നമ്മുടെ ഉൽപ്പത്തി പുസ്തകം വരെ വായിച്ചാൽ ദൈവം എല്ലാത്തിനും ഒരു സമയം നിശ്ചയിച്ചു. There is a time designated for everything. ലോകത്തിലുള്ള സ്ഥലത്ത് ഉൽപ്പത്തി സമ്പ്രദായമില്ല. ദൈവം വലിയ വെളിച്ചങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വായിക്കും. അത് കാലഘട്ടത്തിന് അല്ലെങ്കിൽ ഒരു സമയത്തിന്, സമയം ദിവസം
അപ്പോസ്തലരുടെ 17-ാം അധ്യായത്തില് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഒരുപക്ഷെ നിങ്ങൾ ലോകത്തിലുള്ള സകല മനുഷ്യരും എവിടെ പാർക്കണം, എവിടെ താമസിക്കണം എന്ന് തീരുമാനിക്കുകയും അതനുസരിച്ച് അതിരുകളും സമയവും നിശ്ചയിച്ചു വന്നു. വ്യക്തമായിട്ട് പറഞ്ഞാൽ ലോകത്തിൽ സംഭവിക്കുന്നതൊന്നും ആകസ്മികമല്ല. ഇറ്റ്സ് നോട്ട് ആക്സിഡന്റ്. ദൈവത്തിന്റെ മുൻനിശ്ചയപ്രകാരം സകലവും കൃത്യമായിട്ട് നടന്നു. നമ്മുടെ ഗലാത്യർ 4-ാം അധ്യായത്തിലെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയും, ദൈവം കാല സമ്പൂർണ്ണത വന്നപ്പോൾ തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവരായി ഈ ലോകത്തിലേക്ക് നിയോഗിച്ചയച്ചു. അതായത് ഈ ലോകത്തിൽ യേശു കർത്താവ് എപ്പോൾ വരണം എന്ന് അതിന്റെ സമയമില്ല. നമ്മുടെ മാതാപിതാക്കൾ, ഞാൻ കണ്ടൊരു കൊച്ചുകുഞ്ഞിനെ ഓടിയിരുന്നത്, ഈ കൊച്ചുകുഞ്ഞിനെ കുറിച്ച് മാതാപിതാക്കൾ ഇപ്പൊ തന്നെ ഒരു പ്ലാൻ കരുതൽ. എത്രാമത്തെ വയസ്സിൽ LKG ചേർന്ന് LKG ഉണ്ടോ, അതിന് PKG ഉണ്ട്. ഒരു മനസ്സിലൊരു കാര്യമുണ്ട്, ഇത്ര വയസ്സാകുമ്പോൾ കുഞ്ഞിനെ PKG ആക്കണം, LKG ആക്കണം, UKG ആക്കണം. അപ്പൊ ഇത്ര വയസ്സാകുമ്പോൾ കുഞ്ഞിന്റെ കാര്യങ്ങൾ ചെയ്യണം. ഒരുപക്ഷെ നമ്മുടെ കൊച്ചുകുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വാക്സിൻ എടുക്കണമെങ്കിൽ പോലും അതിന് ഒരു കൃത്യമായ ഒരു കാലക്രമം. അപ്പൊ നമ്മുടെ അല്പകാലം മാത്രം ജീവിക്കുന്ന മനുഷ്യർക്ക് ഇങ്ങനെ കാര്യങ്ങളെ കുറിച്ച് ഒരു ബോധ്യം ഉണ്ടെങ്കിൽ സർവശക്തനായ ദൈവം തന്റെ പുത്രൻ ലോകത്തിലേക്ക് അയക്കുമ്പോൾ നിശ്ചയമായിട്ടും ഒരു കാലം നിശ്ചയിച്ച് കർത്താവായിരിക്കുകയാണ്. ഒരുപക്ഷെ ലോകത്തിൽ വരും കർത്താവിന്റെ സുവിശേഷം ഒരു ഭാഷയിൽ പറയാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം. നമ്മുടെ ദേശീയ അലക്സാണ്ടർ ചക്രവർത്തി, മഹാൻ അലക്സാണ്ടർ ചക്രവർത്തി ലോകത്തിലേക്ക് വന്ന് ലോകം മുഴുവൻ ഗ്രീക്ക് എന്നൊരു ഭാഷ കൊണ്ടുവന്നു. അപ്പോൾ അതുകൊണ്ട് അപ്പോസ്തലന്മാർക്ക് വേറെ ഭാഷകൾ പഠിക്കേണ്ടി വന്നില്ല. ഒരു കാലത്ത് കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ ഗ്രീക്ക് നിലനിൽക്കുന്നതിന്റെ പൗരാണികമായ തെളിവുകൾ. ആ പുതിയ വിടപെട്ട ഗ്രീക്ക് ഭാഷയില്ല. ആ കാലത്ത് റോമൻ സർക്കാരുകൾ എല്ലാ റോഡുകളും അത്യാവശ്യം സുരക്ഷിതമാക്കിയതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസിനും മറ്റുള്ളവർക്കുമെല്ലാം സുവിശേഷം വളരെ എളുപ്പമായി. പറഞ്ഞു വരുന്നത് ഇവരെല്ലാം അതിന്റെ സമയത്ത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്റെ പുത്രന്റെ ലോകത്തിലേക്ക് അയക്കുവാൻ കണ്ടില്ല. യേശുവിന്റെ ശുശ്രൂഷയെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് യോഹന്നാൻ 2-ാം അധ്യായത്തിൽ അവിടെ യേശുവിന്റെ അമ്മയോട് പറയുന്നുണ്ട്, അവർക്ക് വീടില്ല. കർത്താവിന്റെ മറുപടി തുറന്നതാണ്. എന്നാൽ പറയുന്നത്, സ്ത്രീയെ എന്റെ നാഴിക വന്നില്ല. അപ്പൊ യേശുവിന്റെ ഓരോ പ്രവൃത്തികളിലും അവിടെ ഒരു സമയമുണ്ട്, ഒരു ഘടികാരമുണ്ട്. യേശു പിന്നീട് തന്റെ ആരോപണത്തിനുള്ള സമയമായി എന്ന് കണ്ടിട്ട് പറയുന്നത് താൻ യെരൂശലേമിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. അപ്പൊ യേശു ലോകത്തിലേക്ക് വരുവാൻ ഒരു സമയം, യേശുവിന്റെ ശുശ്രൂഷ ആരംഭിക്കുവാൻ ഒരു സമയം, യേശുവിന്റെ ശുശ്രൂഷ അവസാനിക്കുന്ന ഒരു സമയം, യേശു ക്രൂശിക്കപ്പെടുവാനുള്ള സമയം. യേശു പറയുന്നത് യോഹന്നാൻ പ്രാർത്ഥന, പിതാവേ എന്നെ ചുരുക്കി പറഞ്ഞാൽ എല്ലാം സമയബദ്ധമായി ചെയ്യുകയും തന്റെ പുത്രൻ എപ്പോൾ ക്രൂശിക്കപ്പെടണമെന്നും എത്ര ദിവസം കല്ലറയ്ക്കുള്ളിലായിരിക്കണമെന്നും എപ്പോൾ യേശു പുറത്തു വരണമെന്നും ദൈവത്തിന്റെ മുൻനിശ്ചയപ്രകാരം തന്നെ അത് സംഭവിച്ചു. ഞാൻ പറഞ്ഞിരുന്നത് യേശുവിന്റെ മരണം എന്ന ആൾക്കാർ പറയുന്നത് ആരൊക്കെയോ അബദ്ധവശാൽ യേശുവിനെ പിടിച്ച് ക്രൂശിച്ച് കൊന്നുകളഞ്ഞു, ശിഷ്യന്മാരെല്ലാം എന്തോ പറഞ്ഞു തന്നു. അതിന്റെ ഫലമായി 2000 വർഷമായി നമ്മൾ പറയുന്ന ഒരു കെട്ട് തന്നെയല്ല എന്ന് പറഞ്ഞില്ലയോ, ദൈവം മുന്നേ ചെയ്യിച്ച ഒരു കാര്യമാണ്. നമ്മൾ തിരുവനന്തപുരം പഠിക്കുന്ന സമയത്ത് എന്താണ് പുനരുദ്ധാനം എന്ന് ചോദിച്ചാൽ നമ്മുടെ ആരാധനകളിൽ വീട്ടിലെത്തുമ്പോൾ ചുറ്റുപാടുള്ള ആൾക്കാരെ ചോദിക്കും, നിങ്ങളുടെ ഉയർപ്പെന്ന് പറയുന്നത് എന്താണ് ഉയർപ്പെന്ന് ചോദിച്ചാൽ നമുക്ക് അവരോട് പറയാൻ ഒരു ഉത്തരം ഉണ്ടാകുകയും തന്നെ എന്താണ് പുനരുദ്ധാനം ചുരുക്കമായിട്ട് ഞാൻ തിരുവനന്തപുരത്ത് പറയട്ടെ. വ്യവസ്ഥ പഠിക്കുമ്പോൾ ഉയർപ്പെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞാൽ മരണത്തിൽ നിന്നുള്ള മടങ്ങി വരവ്, restoring someone's life from death. മരിച്ച ഒരു വ്യക്തി ജീവനിലേക്ക് മടങ്ങി വരുന്ന പ്രക്രിയയാണ് ഉയർപ്പ് അഥവാ പുനരുദ്ധാനം. അപ്പൊ ഉയർപ്പിന്റെ പ്രത്യേകത പറയുന്നത് 2 തരം ഉയർപ്പുകൾ തിരുവെഴുത്തുകളുണ്ട്. 2 തരം ഉയർപ്പ്. ഒന്ന് താൽക്കാലികമായ ഉയർപ്പ്, അതായത് അവര് ജീവനിലേക്ക് മടങ്ങി വന്ന് വീണ്ടും മരിച്ചു. 2 നിത്യമായ ഉയർപ്പ്. അത് ഉദാഹരണം പറഞ്ഞാൽ ഏലിയാവ് എന്ന പ്രവാചകനിലൂടെ ഒരു കുഞ്ഞ് ജീവനിലേക്ക് മടങ്ങി വരികയാണ്. ഒരു വിധവയുടെ മകൻ മരിച്ചു, ഏലിയാവ് പ്രാർത്ഥിക്കുന്നു, ആ കുഞ്ഞ് തിരിച്ചു വരും. പക്ഷെ മനസ്സിലാക്കണം, ആ കുഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വീണ്ടും മരിച്ചു. ദിവസത്തില്ല, കാരണം അത് വീണ്ടും മരിക്കുന്നതിനായുള്ള ഒരു ഉയർപ്പാണ്, താൽക്കാലികമായ ഒരു ഉയർപ്പ്. എലീശയെ കുറിച്ച് പറയാൻ 2 പേര്, ഒന്ന് എലീശയുടെ അണിയോടെ, 2 എലീശ അണിയാതെ. എലീശയെ അടക്കം ചെയ്ത കല്ലറയിൽ ഒരു മനുഷ്യനെ അടക്കേണ്ടതിനായിട്ട് ആൾക്കാർ ചുമന്നുകൊണ്ട് പോകുന്ന വഴിക്ക് ആ മനുഷ്യന്റെ അസ്ഥികൾ, ആ മനുഷ്യന്റെ കൈകാലുകൾ, എലീശയുടെ അസ്ഥികൾ മനുഷ്യൻ ചാടി എഴുതി പറയുകയാണ്. അപ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് 3 താൽക്കാലികമായ ഉയർപ്പുകളാണ്. കർത്താവ് യേശുവിന്റെ ശുശ്രൂഷ വരപ്പെടുന്ന 3 ഉയർപ്പുകളാണ്. നമുക്കറിയാം, വിധവയുടെ മകനെ യേശു കർത്താവ് ഉയർപ്പിക്കുന്നു, ഈ ആദിവാസിന്റെ മകളെ കർത്താവ് ഉയർപ്പിക്കുന്നു. യോഹന്നാൻ 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു
ഈ ലാസറിനെ കർത്താവ് പുറത്തേക്ക് വിളിക്കുകയാണ്. ഈ കാര്യം ചേർത്ത് പറയട്ടെ, ഈ 3 പേരും വീണ്ടും മരിച്ചു. പഴയ 3 പേരുണ്ട്, യേശു ക്രിസ്തുവിന്റെ 3 പേരുണ്ട്, പത്രോസ് തബീഥ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ തിരിച്ചു വിളിക്കുന്നു. അതുപോലെ യൂത്തിയോസ് എന്ന് പറയുന്ന മറ്റൊരു പുരുഷൻ പൗലോസിന്റെ പ്രസംഗത്തിൽ ഉറങ്ങി വീഴുന്നു. പൗലോസ് പ്രാർത്ഥിക്കുന്നതിലേക്ക് കടന്നു. അപ്പൊ മുഴുവൻ തിരുവനന്തപുരം വായിച്ചാല് ഏകദേശം 8 ഉയർപ്പുകളെ കുറിച്ച് നമ്മൾ വായിക്കും. ഇവരെല്ലാവരും ജീവിതത്തിലേക്ക് മടങ്ങി വന്നു, പക്ഷെ വീണ്ടും അവർ മരിച്ചു. എന്നാൽ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ പ്രത്യേകത, അവൻ മരിച്ചവനായിരുന്നു, എന്നാൽ 3-ാം ദിവസം അവൻ ഉയർത്തു. പക്ഷെ ആ ഉയർപ്പിന്റെ പ്രത്യേകത, ഒരിക്കലും മരിക്കാതിരിക്കേണ്ടതിന് യേശു ഉയർത്തു. ആ യേശുവിന്റെ ഇനി മരണത്തിന് യാതൊരു കാര്യവുമില്ല. ആ യേശുവിന്റെ മരണത്തിന് അധികാരമില്ല, പാതാളത്തിന് അധികാരമില്ല. ഒരുപക്ഷെ സകല മരണത്തെയും സകല പിശാചിന്റെ ശക്തികളെ വെല്ലുവിളിച്ചുകൊണ്ട് യേശു ജീവനിലേക്ക് മടങ്ങി വന്ന ആ ഒരു പ്രക്രിയയ്ക്ക് വേദപുസ്തകം വിളിക്കുന്ന പേരാണ് ഉയർപ്പ് എന്ന് ഞാൻ ചുരുക്കമായി ഓർമ്മിക്കട്ടെ. ഞാൻ പറഞ്ഞു, അപ്പൊ ദൈവം എല്ലാവരും സമയം വെച്ചിട്ടുണ്ട്. ആ സമയം പോലെ ക്രിസ്തുവിന്റെ സമയം അപ്പോൾ യേശു ഉയർത്തു നമ്മൾ പഠിക്കണം. അപ്പൊ യേശുവിന്റെ ഉയർപ്പിന്റെ പ്രത്യേകത, it is not a temporary resurrection but it is permanent. കർത്താവ് ഒരിക്കലും മരിക്കുന്നില്ല. യേശുവിന്റെ മേൽ യാതൊരു നിബന്ധനയും അവകാശമില്ല. തിരുവനന്തപുരം വായിക്കുന്ന സമയത്ത് ഈ പുനരുത്ഥാനം എന്ന് പറയുന്നത് പുതിയ നിയമത്തിന് മാത്രം ഒരു ഉപദേശമല്ല. പഴയ നിയമത്തിലുള്ള ചില വാക്യങ്ങൾ വായിക്കട്ടെ. യെശയ്യാവ് 26-ാം 19-ാം വാക്യം വിളിക്കുന്നതാണ്. യെശയ്യാവ് 26:19, നിന്റെ മൃതന്മാർ ജീവിക്കും, എന്റെ ശവങ്ങൾ എഴുന്നേൽക്കും, പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്നു ഘോഷിക്കും, നിന്റെ മഞ്ഞ പ്രഭാതത്തിലെ മഞ്ഞുപോയിരിക്കുന്നു, ഭൂമി പേരന്മാരെ പ്രസവിക്കില്ല. വാസ്തവത്തിൽ യെശയ്യാവ് വ്യക്തമായിട്ട് പറയുന്ന ഒരു ഉയർപ്പുണ്ട്. നമ്മൾ ദാനിയേൽ 11-ാം 2-ാം വാക്യത്തിൽ ദൈവം ദാനിയേലിനോട് പറയുന്ന, ദാനിയേലേ, നീ ചെന്ന് വിശ്രമിച്ചുകൊണ്ട്, 2-ാം വാക്യത്തിൽ പറയുക, നീ വിശ്രമിച്ചുകൊണ്ട് കാലാവസാനത്തിൽ നിന്റെ ഓഹരി വാങ്ങുവാൻ തിരിച്ചു വരിക. സങ്കീർത്തനങ്ങളിൽ ഇന്ന് വായിച്ച 16-ാം സങ്കീർത്തനത്തിലൂടെ 3-ാം സങ്കീർത്തനം പറയുകയാണ്, നമുക്ക് ഒരു ഉയർപ്പുണ്ട്. അപ്പോൾ ഈ പുനരുത്ഥാനം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ പഠിപ്പിക്കപ്പെട്ട ഒരു വസ്തുതയാണ്. കുട്ടിയുടെ വാക്യം നമ്മൾ ഓർമ്മിച്ചുകൊണ്ട് ഞാൻ യേശുവിന്റെ വാക്കുകളിലേക്ക് വരട്ടെ. ചില സമയത്ത് നമ്മൾ യേശു കർത്താവിന്റെ വാക്കുകൾ കണ്ടെടുത്താൽ യേശുവിന്റെ ജീവിതത്തെ കുറിച്ച് കർത്താവിന് വ്യക്തമായ ഒരു പദ്ധതി ഉണ്ടായിരുന്നത് പോലെ തന്നെ യേശുവിന്റെ മരണത്തെ കുറിച്ച് യേശു പല പ്രാവശ്യം മുൻകൂട്ടി പ്രസ്താവിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപക്ഷെ നമ്മള് പിന്നെ ക്രൂശിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കുന്ന ദിവസങ്ങളിൽ അത് ചിന്തിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കും. യേശു കർത്താവ് മുൻകൂട്ടി പറഞ്ഞു, ഇതാ മനുഷ്യപുത്രൻ യെരൂശലേമിലേക്ക് പോകുന്നു, അവരുടെ പാപികളുടെ കയ്യാൽ ക്രൂശിക്കപ്പെടും എന്ന് യേശു കർത്താവാണ്. അപ്പൊ യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടതിനെ കുറിച്ച് മാത്രമല്ല, യേശു കർത്താവ് മിനിമം 7 പ്രാവശ്യം മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രം തന്റെ ഉയർപ്പിനെ കുറിച്ച് കാണുന്നു. അതായത് ജീസസ് foretold about his resurrection. കർത്താവ് മരിക്കുമെന്നും കർത്താവ് തിരിച്ച് ജീവനിലേക്ക് വരുമെന്നും കർത്താവ് മുൻകൂട്ടി പറഞ്ഞു. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നോസ്ട്രാഡാമസ് എന്ന് പറയുന്ന ഇന്നത്തെ കാലത്ത് ഒരു സെക്കുലർ ആൾക്കാരെ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു പ്രവാചകൻ വിളിക്കേണ്ടത് കാണുന്നു. വാസ്തവത്തിൽ പ്രവാചകനല്ല, ഏതോ ഒരു കടകൾ ജീവിച്ച് ഏതോ ചില കാര്യങ്ങൾ പറഞ്ഞ് അതിന്റെ ചെറിയ ആൾക്കാർ വ്യാഖ്യാനിച്ചെടുത്ത് കോവിഡ് വരെ അദ്ദേഹം പ്രവചിച്ചു എന്ന് പറയുന്ന ആൾക്കാർ. വാസ്തവത്തില് അദ്ദേഹത്തിന്റെ ചിന്തകൾ, വാക്കുകൾ നമ്മൾ ഏതൊരു അർത്ഥം ചിന്തിച്ചാലും നോസ്ട്രാഡാമസിന്റെ വാക്കുകൾ വാസ്തവത്തിൽ പ്രവചനമായിട്ട് തോന്നും. എന്നാൽ മനുഷ്യന്റെ കാര്യങ്ങൾ പറയുന്നത് കർത്താവായ യേശുവിന്റെ വാക്കുകൾ ആരോ മാവിൽ കല്ലെറിഞ്ഞ മാങ്ങ വെക്കുന്നത് പോലെയല്ല. വളരെ കൃത്യമായിട്ട് യേശു കർത്താവ് മുൻകൂട്ടി പറഞ്ഞിട്ടും ആൾക്കാർ വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇതിന്റെ വാക്യങ്ങളെ ഉദ്ധരിക്കട്ടെ. കർത്താവായ യേശു മത്തായി 9-ാം അധ്യായത്തിൽ യേശുവിന്റെ അടുത്ത് ചില ആൾക്കാരെ ചോദിക്കണം, കർത്താവേ, അല്ലെങ്കിൽ യേശുവേ, ഞങ്ങൾക്ക് ഒരു അടയാളം. യേശുവിന്റെ മറുപടി, യോനാ പ്രവാചകന്റെ അടയാളം. എന്താണ് യോനാ പ്രവാചകന്റെ അടയാളം? യോനാ പ്രവാചകൻ കടൽമത്സ്യത്തിന്റെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നതുപോലെ മനുഷ്യൻ ഭൂമിയുടെ മുന്നിലിരിക്കും, അത് കഴിഞ്ഞാൽ നമ്മൾ പുറത്തേരിക്കുകയാണ്. വാസ്തവത്തിൽ യേശു കർത്താവ് താൻ ഭൂമിയുടെ അടിയിൽ, അതായത് കർത്താവിനെ ഒരുപക്ഷെ അടക്കം ചെയ്യപ്പെടുന്നു, 3-ാം ദിവസം ഉയർത്തുമെന്ന 3 എന്ന സംഖ്യ കർത്താവ് കൃത്യമായി പറയുകയാണ്. മത്തായി 4-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിലേക്ക് മാത്യു 6:20. ഞാൻ ഈ വാക്യങ്ങൾ വായിച്ചു പോകുന്നത് ഇത് ബൈബിളിലെ 2 വാക്യങ്ങളാണ് നിങ്ങൾ ഓർമ്മിക്കാൻ. അന്ന് മുതൽ യേശു, മത്തായി 14:21, അന്ന് മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലരും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു. പറയുകയാണ്, എന്നെ കൊല്ലുന്നത് ആരാണ്? യേശു മരിക്കാൻ പോകുന്ന വിധം എന്താണ്? അങ്ങനെ മരിച്ചവരുടെ അടക്കം ചെയ്യും. അത് മാത്രമല്ല, കൃത്യമായിട്ട് എത്രാമത്തെ നാളിൽ യേശു എന്ന് പറയട്ടെ, നമുക്കൊക്കെ മരണമുണ്ട് എന്നറിയാം. ആൾക്കാർക്ക് അറിയാമെങ്കിലും ആൾക്കാരെ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു സെന്റൻസ് ആണ് ഇത്, അല്ലേ? എന്താണ്?
എന്താണ്? ഈ ലോകത്തിൽ എല്ലാവർക്കും എന്തുണ്ട്? മരണമുണ്ട്. കർത്താവിന്റെ മരണത്തിലേക്ക് വലിയ കാണാൻ പറ്റില്ല. എല്ലാവർക്കും കാണുന്നു. ചില സമയത്ത് ചില ആളുകളുടെ പ്രാർത്ഥന വിഷയം പറയാൻ കർത്താവെ പിന്നെ എന്റെ കുഞ്ഞ് ഒന്ന് വളർന്നു കിട്ടാൻ അതുപോലെ എനിക്ക് ആയുസ് തരണമെന്ന് പ്രാർത്ഥിക്കും. കുഞ്ഞ് വളർന്നു വിവാഹപ്പെടാൻ പിന്നെ പ്രാർത്ഥന വിഷയമാണ്. കർത്താവെ ഈ കുഞ്ഞിന്റെ കല്യാണം ഒന്ന് കാണാനുള്ള പിന്നെ കൃപ എനിക്ക് തരണമേ. കുഞ്ഞിന്റെ കല്യാണം കഴിയും. അടുത്ത പ്രാർത്ഥന എന്താണ്? ആ കുഞ്ഞിന്റെ തലമുറയെ ആ ഒരു കുഞ്ഞിക്കാരി കാണാനുള്ള കുഞ്ഞിക്കാരി എടുത്തതാണ്. ആ കുഞ്ഞ് നല്ല അതായത് സ്വർഗത്തിലേക്ക് പോകാൻ ക്രിസ്ത്യാനി വേണ്ടിയിരിക്കും. ക്രിസ്ത്യാനിയുടെ ഓരോ നിമിഷമുള്ള പ്രാർത്ഥനകളിലും സുഖത്തുണ്ട്. പക്ഷേ നമ്മുടെ ഒരു പ്രാർത്ഥനയിൽ പോലും കർത്താവേ ഇന്ന് ഞാൻ മരിച്ചാൽ നിത്യരക്ഷണം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാറില്ല. നമ്മൾ ബാക്കി എല്ലാ വിഷയങ്ങളില്ല. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും അവസാന നാഴികയാണ് ഓർത്തുകൊണ്ട് ജീവിക്കുന്നതാണ് നല്ലത്. എന്നാൽ അങ്ങനെയുള്ള ഭക്തിയുള്ള ആൾക്കാർ ഉണ്ടോ എന്ന് എനിക്കറിയാം. തിരിച്ചുകൊണ്ടേ വാസ്തവത്തിൽ എന്റെ യേശു പറയുകയാൽ ഇങ്ങനെ ഒരു ഉയർത്തിട്ടുണ്ട്. അപ്പൊ യേശു മുൻകൂട്ടി അത് കണ്ടു. He was prepared for it. മത്തായി 17:9 യേശു മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവരോട് മനുഷ്യപുത്രൻ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കും വരെ ഈ പ്രശ്നം ആരോടും പറയരുത് എന്ന് പറഞ്ഞു. യേശു ഒരു ഭൂതഗ്രസ്തനായ ഒരു ബാലനെ സൗഖ്യമാക്കുക. യേശു പറയുകയാണ് ആ സൗഹൃദത്തിലേക്ക് ഒരു അനുഭവമുണ്ട്. യേശു തിരിച്ചു വന്ന് അവരോടൊന്ന് പറയുകയാണ് ഇത് നിങ്ങൾ ആരോടും പറയില്ല. എപ്പോഴും പറയുന്നത് മനുഷ്യപുത്രൻ ഉയർത്തുന്നത് വരെ പറയരുത്. അപ്പോൾ യേശു വീണ്ടും യേശു പറയുകയാണ് അവർ അവനെ കൊല്ലുകയും മൂന്നാം നാൾ അവൻ ഉയർത്തുകയും ചെയ്തു. മത്തായി 20:18-19 വാക്യങ്ങൾ യേശു പറയുകയാണ് പരിഹാസമായും തല്ലുമാനും കുരിശിപ്പാനും അവനെ അതായത് യേശുവിനെ ജാതികൾ കേൾപ്പിക്കും. എന്നാൽ മൂന്നാം നാൾ അവർ ഉയർത്തുന്നത്. മത്തായി 26:32 യേശുവോട് ഈ രാത്രിയിൽ നിങ്ങൾ എല്ലാവരും ചെയ്യരുത്. ഞാൻ വിടരുത് കൂട്ടത്തിലെ ആളുകൾ ചിന്തിക്കുന്നത് വിധിയിരിക്കുന്നത്. എന്നാൽ ഞാൻ ഉയർത്തേണ്ടതിന് ശേഷം നിങ്ങൾക്ക് മുമ്പായി ഗലീലയിൽ ചുരുക്കി പറഞ്ഞാൽ യേശു കർത്താവ് അന്ന് രാത്രിയിൽ സംഭവിക്കുന്ന സകല കാര്യങ്ങളും യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ട രാത്രിയിൽ സംഭവിക്കുന്ന സകല കാര്യങ്ങളും മുൻകൂട്ടി പറഞ്ഞു. അതായത് യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കും എന്ന് യേശു കൂടി പറഞ്ഞു. പത്രോസ് തള്ളി പറയുന്ന യേശു കൂടി പറഞ്ഞു. യേശുവിന്റെ കൂടെയുള്ള ആരോഗ്യ ദൃഢതാത്മാരായ എല്ലാ ശിഷ്യന്മാരും ഓടിക്കളയാൻ യേശു കൂടി പറഞ്ഞു. യേശുവിനെ ക്രൂശിക്കും എന്ന് യേശു കൂടി പറഞ്ഞു. യേശുവിനെ അടക്കം ചെയ്യുന്ന യേശു കൂടി പറഞ്ഞു. അത് മാത്രമല്ല മൂന്നാമത് കർത്താവ് ഉയർത്തും എന്ന് മുൻകൂട്ടി ചുരുക്കി പറഞ്ഞാൽ വാസ്തവത്തിൽ ഉയർപ്പ് സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ യേശുവിന്റെ ഈ പറഞ്ഞ വാക്കുകളെല്ലാം വ്യാജമായിരുന്നു എന്ന് പറയേണ്ടി വരും. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ യേശു കർത്താവിന്റെ വാക്കുകളെ അത് സത്യമാണ് എന്ന അടിമറിയിൽ നിന്ന് ഒരു സംഭവമാണ് ഉയർത്തെഴുന്നേൽപ്പ്. അതായത് യേശു കർത്താവ് ഉയർത്തെഴുന്നില്ല എങ്കിൽ കർത്താവിന്റെ വാക്കുകളൊക്കെ വ്യാജമെന്ന് പറയേണ്ടി വന്നതിനെ കൃത്യമായിട്ട് പറഞ്ഞാൽ യേശുവിന്റെ ഉയർപ്പ് യേശുവിന്റെ വാക്കുകളുടെ ആധികാരികത, യേശുവിന്റെ ഓരോ വചനങ്ങളും യേശുവിന്റെ ഓരോ പ്രവചനങ്ങളുടെ ആധികാരികത ഊട്ടിയുറപ്പിക്കുന്ന ഒരു വസ്തുതയാണ് കർത്താവ് ഉയർപ്പ് എന്ന് പറയുന്നത്. വാസ്തവത്തില് യേശു കർത്താവ് ഉയർപ്പിനെ കുറിച്ച് പല പ്രാവശ്യം പറഞ്ഞെങ്കിലും യേശു കർത്താവ് പല പ്രാവശ്യം പഠിപ്പിച്ചെങ്കിലും ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. പലപ്പോഴും പ്രശ്നം പറയുന്നത് നമ്മുടെ ക്രിസ്ത്യാനികൾക്ക് പലരും മനസ്സിലാക്കില്ല. അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നമ്മുടെ ക്രിസ്ത്യാനികൾ നമ്മൾ ഉൾപ്പെടുന്ന സമൂഹം പലപ്പോഴും ദുരുപദേശങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കാൻ വിളിക്കുമ്പോൾ വചനവിരുദ്ധ പല കാര്യങ്ങൾ പറയാൻ വിളിക്കുമ്പോൾ പലപ്പോഴും അനുശീലിക്കുന്ന കാര്യങ്ങൾ പല ഹൈന്ദവ സഹോദരങ്ങൾ പല മുസ്ലിം സഹോദരങ്ങൾ വന്നിട്ട് തിരിച്ചു പറയാൻ അങ്ങനെയല്ല യേശു പഠിപ്പിച്ചത് ഇങ്ങനെയാണ്. എല്ലാവരും അല്ല, ചില ആൾക്കാരെ വിഷം കഴിക്കുന്നവരുണ്ട്. പക്ഷേ ചില ആൾക്കാരെ മനോഹരമായിട്ട് യേശു ഉപദേശങ്ങൾ പ്രസംഗിക്കാൻ ഇവിടെ പറയാൻ വേണ്ടി കഴിയില്ല. നമ്മുടെ നാട്ടില് നമ്മൾ ഇന്ന് പിന്നെ ഉയർപ്പിനെ കുറിച്ച് ആരാധന ചില പള്ളികളിൽ ആരും നടക്കത്തില്ല. കാര്യം വെച്ചാൽ ആദ്യം ആരാധിക്കും. പ്രശ്നം നടക്കുന്ന പള്ളികൾ മനസ്സിലാക്കി വിശ്വസിക്കാൻ. അപ്പോൾ ഇവരെ തമ്മിൽ കഴിയുമ്പോൾ പള്ളികളെ കുറിച്ച് അയ്യോ യേശു പഠിപ്പിച്ചത് സമാധാനത്തിന്റെ പാതയില്ലേ, യേശു പഠിപ്പിച്ചത് ക്ഷമയുടെ പാതയില്ലേ. ഇത് ആരും അവരോട് പറയും. പാരമ്പര്യ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ആൾക്കാരോട് മറ്റു മതസ്ഥർ പറഞ്ഞു കൊടുക്കുകയാണ് യേശുവിനെ പറഞ്ഞത്. നിർഭാഗ്യവശാൽ യേശുവിന്റെ വാക്കുകൾ പലപ്പോഴും നമുക്ക് മനസ്സിലാകാറില്ല. കാരണം ജീസസ് ഫോക്കസ് വാസ് ഓൺ സംതിങ് എൽസ് ആൻഡ് അവർ ഫോക്കസ് ഈസ് ഓൺ സംതിങ് എൽസ്. യേശു പഠിപ്പിച്ച ഊന്നപ്പെടുന്ന കാര്യമൊന്നും നമ്മൾ ചിന്തിക്കുന്നത് മറ്റൊന്നുമാണ്. തിരിച്ചു വരട്ടെ, യേശു ഇത്രയും പ്രാവശ്യം പറഞ്ഞില്ലേ എന്നെ അതിശയിക്കുന്ന ചില വാക്കുകൾ നമ്മൾ വായിക്കുകയാണ്. മർക്കോസ് 16:1 മുതൽ 3 വരെ നമ്മൾ വായിച്ചാൽ നമ്മൾ ഇങ്ങനെ പറയുന്നു. മർക്കോസ് 16:1 മുതലുള്ള വാക്യങ്ങൾ സ്ത്രീകൾ ശബ്ദത്തിൽ കഴിഞ്ഞ ശേഷം
മക്കളക്കാരത്തിൽ മറിയുകയും യാക്കോബിന്റെ അമ്മ മറിയുകയും ശലോമോനിൽ ചെന്ന് അവനെ ക്രൂശിക്കപ്പെടുന്ന സുഗന്ധദ്രവ്യം പറഞ്ഞു. ആഴ്ചയുടെ 1-ാം നാൾ അതികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവൻ കല്ലറയ്ക്കു. കല്ലറയുടെ വാതിലിൽ നിന്ന് നമുക്ക് വേണ്ടി ആ കല്ലെട്ടി കായുമെന്ന് തമ്മിൽ പറഞ്ഞു. യേശു വളരെ കൃത്യമായിട്ട് മരിക്കുമെന്നും ആ രാത്രി നടക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞുവെങ്കിലും വാസ്തവത്തില് ഏകദേശം 18ഓളം പ്രവചനങ്ങൾ അന്ന് രാത്രിയിൽ മാത്രം നിറകണേ, ആ ഒരു രാത്രിയിൽ മാത്രം. എന്നിട്ട് യേശുവിന്റെ കൂടെ വന്ന സഹോദരിമാരെ കുറ്റപ്പെടുകയില്ല. വാസ്തവത്തിൽ അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ തീക്ഷ്ണതയോടെ യേശുവിനോടൊപ്പം നടന്നത് ഈ സഹോദരിമാർ. പക്ഷേ ഇവരെ ബാക്കിയെല്ലാം ഉണ്ടെങ്കിലും ബാക്കിയെല്ലാം മനസ്സിലാക്കിയെങ്കിലും യേശു കർത്താവ് ഉയർത്തും എന്ന് അവർ ഓർത്തില്ല. അവർ സങ്കടപ്പെടുകയാണ്, അവര് ഞങ്ങൾക്കായിട്ട് കല്ലുവെക്കുന്നത്. ചുരുക്കി പറയട്ടെ, വാസ്തവത്തിൽ യേശുവിന്റെ കൂടെ നടന്നവർ വിശ്വസിച്ചില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. നമ്മൾ ഒരു ദിവസം ഇന്ന് വായിച്ച വേദഭാഗത്തിൽ അവിടെ ഒരു ചോദ്യം ബുദ്ധൻ ചോദിക്കുകയാണ്. നിങ്ങൾ അതിനാണ് ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരെ രക്ഷിക്കുന്നത്. അവൻ മുൻപോട്ട് പറഞ്ഞതുപോലെ അവർ ഉയർത്തിരിക്കുന്നു. വാക്യമാണ്, അപ്പോൾ അവർ ഓർത്തു. യേശു കൂടെ ഒരു മാസത്തോളം പറഞ്ഞു പഠിപ്പിക്കുന്നു. പക്ഷേ അന്നൊന്നും അവർ ഓർത്തില്ല, ഇവരുടെ മനസ്സിലേക്ക് അത് വന്നതുമില്ല. എന്നാൽ പിന്നീട് യേശു മരിച്ച് യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ, ദൂതൻ ഓർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഓർത്തു. നമ്മുടെ യോഹന്നാൻ 20-ാം വാക്യത്തില് അവിടെ മക്കളക്കാരത്തിൽ മകയെ കുറിച്ച് പറയും. യോഹന്നാൻ പറയുന്നത്, ഈ മകൻ യേശു അന്വേഷണം വരികയാണ്. എന്നിട്ട് മകയുടെ കഴിയുകയാണ്. അവിടെ യേശു ഉയർത്ത് വന്നിരിക്കുന്നു. പക്ഷെ അത് മനസ്സിലാകാതെ അത് തോട്ടക്കാരെന്ന് വിചാരിച്ച് ആ മനുഷ്യനോട് അല്ലെങ്കിൽ യേശുവിനോട് ഈ മറിയ ആളുകൾ ചോദിക്കുകയാണ്, ഞങ്ങളുടെ കർത്താവിന്റെ ശരീരം അവർ എടുത്തുകൊണ്ടുപോയി. ശ്രദ്ധിക്കണം, യേശു ഉയർത്തുമെന്ന് മറിയയ്ക്ക് പോലും ബോധ്യമില്ല. പത്രോസ് യോഹന്നാൻ നമ്മൾ സഹോദരിമാരെ തിരിച്ച് ഓടി വന്ന് ഈ 12 പേരോട് പറഞ്ഞു, അതായത് 11 പേരോട് പറഞ്ഞു, 11 പേരോട് പറഞ്ഞു, യേശുവിന്റെ ശരീരം അവിടെ ഇല്ല, അവൻ ഉയർത്തി. ഇത് കേട്ടവരെ പത്രോസ് കല്ലറയിലേക്ക് പോയി. കാരണം അവർക്ക് വിശ്വാസമൊന്നുമില്ല. അവർ വിചാരിച്ചു സഹോദരിമാരിൽ അതിരാവിലെ പോയി. ചില ആൾക്കാർ 4 മണിക്ക് 5 മണിക്കൊക്കെ പിന്നെ നമ്മള് എന്താ പറയുന്നത്, നമ്മുടെ റാലിക്ക് പോയ ആൾക്കാരെ വിളിച്ചു. എത്ര പേരാണ് ബോധത്തോടെ നടന്നെനിക്ക് അറിയുന്നില്ല. ചില ആൾക്കാർ ഉറക്കത്തിൽ നടക്കും, ചില ആൾക്കാർ മുന്നിൽ കാണാൻ വെടിയിൽ കണ്ടതാണ്. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഈ സഹോദരിമാരെ രാവിലെ കണ്ട് എന്തോ കൊണ്ട് പേടിച്ചിട്ട് പിച്ചുമേൽ പറയാമെന്ന് വിചാരിച്ചിട്ട് അവരോട് കമലാക്കി വന്നു. അതായത് പത്രോസ് യോഹന്നാനെ പോലും വിശ്വസിച്ചില്ല, ആ ശിഷ്യന്മാർ ആരും വിശ്വസിച്ചില്ല. ചുരുക്കി പറഞ്ഞാൽ യേശുവിന്റെ കൂടെ നടന്ന ഒരാളും പോലും യേശു ഉയർത്തും എന്നുള്ള കാര്യം തോന്നുന്നില്ല. പക്ഷേ അതിശയം പറയട്ടെ, മത്തായി 22-ാം അധ്യായത്തില് നമ്മൾ മറ്റൊരു വാക്യം മത്തായി 22-ാം അധ്യായത്തിന്റെ 62 മുതലുള്ള വാക്യം മത്തായി 27:62 മുതൽ ഞാൻ വായിക്കുകയാണ്. ഒരിക്കൽ നടന്ന പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീക്ഷന്മാരും പീലാത്തോസിന്റെ അടുക്കൽ ചെന്നുകൂടി. ആരാണ് മഹാപുരോഹിതന്മാരും പരീക്ഷന്മാരും? യജമാനനെ, ആ ചതിയിൽ ജീവനൊടുക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു. വാസ്തവത്തിൽ യേശുവിന്റെ കൂടെ നടന്നവർ വിശ്വസിച്ചില്ല, പക്ഷെ യേശുവിന്റെ ശത്രുക്കൾ അത് വിശ്വസിച്ചു. യേശുവിന്റെ കൂടെ നടന്നവർക്ക് അത് ഓർമ്മ വന്നില്ല, പക്ഷെ യേശുവിന്റെ ശത്രുക്കൾ, യേശുവിനെതിരെ നിന്നവർ, യേശുവിനെ ക്രൂശിച്ചവർ ഓർത്തു. വാസ്തവത്തിൽ യേശു ഉയർന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അവർ കല്ലറയിൽ സീൽ ചെയ്യുവാനായിട്ട് അവർ അധികം ഗാർഡ്സിന് വേണം, അധികം കാവലിലൂടെ വേണം എന്ന് പീലാത്തോസിന്റെ അപേക്ഷയാണ് ചെയ്യുന്നത്. എന്തുമാത്രം പറഞ്ഞാൽ ആവുന്നുണ്ട്. വാസ്തവത്തിൽ യേശു പല പ്രാവശ്യം കൂട്ടി പറഞ്ഞെങ്കിലും, പഴയ നിയമത്തിൽ പല പ്രാവശ്യം ഓർപ്പിച്ചിട്ടുണ്ടെങ്കിലും വാസ്തവ യേശുവിന്റെ ശിഷ്യന്മാരെ ഓർക്കില്ല, പക്ഷെ യേശുവിന്റെ ശത്രുക്കൾക്ക് ആ ബോധ്യം ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ ഓർക്കേണ്ട കാര്യം, അപ്പോൾ ഈ പുനരുദ്ധാനം എന്ന് പറയുന്നത് എന്തല്ല, ശിഷ്യന്മാരെ ഉണ്ടാക്കിയെടുത്ത ഒരു കഥയല്ല. അങ്ങനെ ഒരു കഥ ഉണ്ടാക്കിയെടുക്കണമായിരുന്നെങ്കിൽ വാസ്തവ ശിഷ്യന്മാരെ ഓർത്തിരുന്നേ, അവർ നേരത്തെ മുൻകൂട്ടി കാര്യങ്ങൾ പറഞ്ഞേ. ചുരുക്കി പറഞ്ഞാൽ ഇത് ശിഷ്യന്മാർ ഉണ്ടാക്കിയെടുത്ത ഒരു കഥയല്ല എന്ന് മാത്രമല്ല, അഥവാ ശിഷ്യന്മാർ ഉണ്ടാക്കിയെടുത്ത ഒരു കഥയായിരുന്നെങ്കിലും അവർ പുരുഷന്മാരെ കൊണ്ട് പറയുന്നത് 1-ാം നൂറ്റാണ്ടില് നമ്മുടെ ദേവജനം പഠിപ്പിക്കുന്നവർക്ക് പറയാം, സ്ത്രീകളുടെ വാക്ക്, കുട്ടികളുടെ വാക്ക് അധികം മുഖവിലേക്ക് എടുത്തിരുന്നില്ല. സ്ത്രീകളുടെ വാക്കും കുട്ടികളുടെ വാക്കും അധികം മുഖവിലേക്ക് എടുത്തിരുന്നില്ല. നമ്മൾ ഓർക്കേണ്ടത്, പുനരുദ്ധാനത്തിന്റെ ആദ്യത്തെ പ്രസംഗിക ആരെന്ന് ചോദിച്ചാൽ, പുനരുദ്ധാനത്തെ കുറിച്ച് ആദ്യമായിട്ട് പ്രസംഗിച്ച ആലോചിച്ചാൽ ഒരു വനിതയാണ്, സ്ത്രീകളാണ്. അപ്പോൾ അന്ന് കർത്താവ് പറഞ്ഞു, അല്ലെങ്കിൽ യേശു കർത്താവ് പ്രകാരമാണ് പുരുഷന്മാരെ പറഞ്ഞാൽ അറിയേണ്ട, സ്ത്രീകൾ പറഞ്ഞാൽ അറിയില്ല. കാരണം സ്ത്രീകൾ പറഞ്ഞാല് ഈ വചനം പെട്ടെന്ന് വളരെ പലർക്കും എന്ത് വചനയാണ്?
ഒരുപക്ഷെ ആൾക്കാർക്ക് പെട്ടെന്ന് ചില ന്യൂസുകൾ സ്പ്രെഡ് ചെയ്യണമെങ്കിൽ പുരുഷന്മാരോട് പറഞ്ഞാൽ അവരത് കൂട്ടി സഹോദരിമാരെ എല്ലാവരും അവരോട് പറയും. വാസ്തവത്തിൽ പുനരുദ്ധാനത്തിന്റെ സന്ദേശം ആദ്യമായിട്ട് പങ്കുവയ്ക്കാനുള്ള ഒരു അവസരമുണ്ടായ സ്ത്രീകൾക്കാണ് ഞാൻ ചുരുക്കി പറഞ്ഞ ഭാഗം വേണ്ടി. അപ്പൊ യേശുവിന്റെ പ്രവചനങ്ങളിൽ പഴയ നിയമത്തിലെ വാക്കുകളിൽ വളരെ വ്യക്തമായും പല ആവർത്തിയും പറഞ്ഞു വന്ന ഒരു ശക്തമായ ഉപദേശമാണ് യേശുവിന്റെ ഉയർത്ത്. അപ്പോസ്തലന്മാരുടെ പുസ്തകത്തിൽ ഈ പുസ്തകത്തിലൊക്കെ അധ്യായങ്ങളൊക്കെ റോമലേഖനം 4-ാം അധ്യായം, 1 കൊരിന്ത്യർ 15-ാം അധ്യായം, ഈ അധ്യായങ്ങളിലൊക്കെ ശക്തമായി പ്രസംഗിച്ച് ശക്തമായി പഠിപ്പിച്ച ഉപദേശമാണ് ഓർപ്പിച്ചുകൊണ്ട് ഈ ഉപദേശത്തിന് നമ്മുടെ ജീവിതത്തിൽ എന്താണ് പ്രാധാന്യം ഓർമ്മിക്കുന്നത് ആഗ്രഹിക്കുകയാണ്. ചില വാക്യങ്ങൾ വായിക്കട്ടെ. റോമാലേഖനം 4-ാം അധ്യായത്തിൽ 24-25 വാക്യങ്ങൾ ഞാൻ വായിക്കും. ബൈബിളുള്ളവർക്ക് തുറന്നു തെറ്റില്ല. റോമാലേഖനം 4-ാം അധ്യായത്തിൽ 24-25 വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. റോമർ 4-ാം അധ്യായത്തിലെ 24-25 വാക്യങ്ങൾ. നമ്മെ വിചാരിച്ചിലൂടെ ആകുന്നു, നമ്മുടെ അതിക്രമം നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചു, നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവ് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു വിശ്വസിക്കുന്ന നമുക്ക് കടക്കിടുവാനുള്ളതാകുക. ഞാൻ ആശ്ചര്യം പറയട്ടെ, യേശു കർത്താവ് മരിച്ചു, അതുകൊണ്ട് എനിക്കെന്താ? യേശു കർത്താവ് ഉയർത്തും, അതുകൊണ്ട് എനിക്കെന്താ? യേശുവിന്റെ ഉയർപ്പ് കൊണ്ട് ഈ 2025 ജീവിക്കുന്ന എനിക്ക് എന്താണ് ഗുണം? ഇതിനുള്ള ഒരു ദൈവത്തിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, യേശു കർത്താവിന്റെ ഉയർപ്പ് നമുക്ക് ഏറ്റവും പ്രാധാന്യം നൽകുന്നത് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നീതീകരണത്തിന്റെ ഉയർപ്പ്, നീതീകരണത്തിന്റെ ഒരു ഉറപ്പ് എന്ന് പറയുന്നത് യേശുവിന്റെ ഉയർപ്പാണ്. നമ്മളെല്ലാവരും നമ്മുടെ വായിക്കുന്നു, തന്റെ മുഖനായ തന്നെ കൈക്കൊള്ള ദൈവം അവൻ ദൈവമല്ലാത്തവൻ അധികാരം കൊടുക്കുന്നു. കർത്താവായ യേശുവിന്റെ രക്തം സകല പാപവും നമ്മെ ശുദ്ധീകരിക്കുന്നു. അത് മാത്രമല്ല, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മളോട് ക്ഷമിക്കുവാൻ തക്കവണ്ണം ഞാനിവിടെ ആരാധനയെ ശ്രദ്ധിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സഹോദരിമാരെ മനോഹരമായിട്ട് നിങ്ങളെ ഇഷ്ടപ്പെട്ടു, മനോഹരമായിട്ട്. അപ്പൊ എനിക്കൊരു ചിന്ത വന്നത്, സഹോദരിമാരെ മനോഹരമായിട്ട് പാടുന്നതുകൊണ്ടാണ് അറിയത്തില്ല, വാർത്തകളെ സംഘടിപ്പിക്കുന്നത്. So they might enjoy their song. Okay, ഇത് പറഞ്ഞ എല്ലാവർക്കും വേണ്ടി അവർ സംസാരിക്കണം, ഭർത്താക്കളെ. അപ്പൊ ഇങ്ങനെ വേദപുസ്തകത്തിലെ വാക്യം പറയാം, നാം നമ്മുടെ പാപങ്ങളെ ഓക്കെ, അപ്പൊ നാം നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മളോട് ക്ഷമിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകും. 7 വാക്യങ്ങൾ ഉദ്ധരിച്ചു. വാസ്തവത്തില് യേശു നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നു. അങ്ങനെ പാപങ്ങൾ ക്ഷമിക്കുന്നതിലൂടെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നു, നമ്മൾ നീതീകരിക്കപ്പെടുന്നു എന്നതിന്റെ ഉറപ്പ് എന്താണ്? What is assurance? What is the guarantee എന്ന് വെച്ചാൽ ഇവിടെ അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, യേശുവിന്റെ ഉയർപ്പ്, അതായത് യേശു ഉയർത്തതുകൊണ്ട് ഒന്ന് പറയുന്നത് പോലെ യേശു ഉയർത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അവിശ്വാസം വ്യർത്ഥം. എന്നാൽ യേശു ഉയർത്തിയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ പാപങ്ങളെ ദൈവം ക്ഷമിച്ചിരിക്കുന്നു. യേശു ഉയർത്തിയിരിക്കുന്നതുകൊണ്ട് നാം നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മളെ വിശുദ്ധീകരിക്കാം, അവൻ നമ്മളെ ക്ഷമിക്കുന്നുണ്ട്. അപ്പോൾ വിശ്വസ് നീതിമാനുമാണ്. ചുരുക്കി പറഞ്ഞാൽ യേശു ഉയർത്തതിന്റെ ഒന്നാമത്തെ ഗുണമെന്ന് പറയുന്നത് നമ്മുടെ നീതീകരണമാണ്. നമ്മുടെ നീതീകരണം ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഭാഷയിൽ പറയട്ടെ. വാസ്തവത്തിൽ നമ്മൾ എല്ലാവരും ക്രിസ്തുവിൽ ആകുന്നതിന് മുമ്പ് ഒരു പഴയ സൃഷ്ടിയാണ്. ക്രിസ്തുവിലായിക്കഴിഞ്ഞാൽ വിദേശത്ത് ഒരുത്തൻ ക്രിസ്തുവിൽ വരുന്നതിന് മുമ്പ് അവൻ പഴയതും, ക്രിസ്തുവിലായിക്കഴിഞ്ഞാൽ നോക്കുവാൻ ഇതാ എല്ലാം പുതുതായി തീർന്നിരിക്കുന്നു. അപ്പൊ ക്രിസ്തുവിനാകുമ്പോൾ വാസ്തവത്തിൽ എന്താണ് പുതുതാകുന്നത്? നമ്മുടെ നിറത്തിൽ വ്യത്യാസം വരുന്നില്ല, നമ്മുടെ ഹെയർ സ്റ്റൈൽ വ്യത്യാസം വരുന്നില്ല, ചില ആൾക്കാർ വസ്ത്രത്തിൽ മാറ്റം വരുന്നില്ല. ബട്ട് ഫിസിക്കലി നമ്മൾ അതുപോലെ, പക്ഷെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ വരുമ്പോൾ ഇന്നലെ വരെ ദൈവത്തിന്റെ ഭാഗമായി പാപികൾ ആയിരുന്നുവെങ്കിൽ കർത്താവായ യേശു ദൈവം ചെയ്തത് ആ കർത്താവിന്റെ പേര് മാറ്റി വിളിക്കുക. ഒരു ഗ്രാമത്തിൽ ഒരു കള്ളൻ ഉണ്ടായിരുന്നത്, ഒരു തീഫ്. അപ്പൊ ഈ കള്ളന്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് ആടുകളെ മോഷ്ടിക്കുക, ആടുകളെ മാത്രമല്ല മോഷ്ടിക്കുക. അപ്പൊ ഇയാൾ പല പ്രാവശ്യം ആൾക്കാരെ ആടുകൾ മിസ്സാകും. അവസാനം ആളെ പിടിച്ചു, കള്ളനെ പിടിച്ചു. ഇവരെല്ലാം കൂടെ ഇയാളെ രക്ഷിച്ച് ഇയാൾ തിരിച്ചറിയേണ്ടതിന് പിന്നെ കള്ളനെ ആടുകളെ മോഷ്ടിക്കുന്നവൻ എന്ന അർത്ഥം വരുന്ന പിന്നെ അപ്പൊ കുറച്ചു കാലം കഴിഞ്ഞാൽ ഗ്രാമത്തിൽ മോഷ്ടിക്കാൻ സാധിക്കില്ല.
അയാൾ ഗ്രാമത്തിൽ കുറെ കാലം കഴിഞ്ഞ് ഇയാൾ മോഷണം എല്ലാം നടത്തി ഇയാൾ തിരിച്ചു വരികയാണ് ഗ്രാമത്തിൽ. അപ്പൊ ഇയാൾ താടിയാൽ നടത്തി ഇയാളുടെ വേഷത്തിലൊക്കെ വ്യത്യാസം വരും. മോഷണം എല്ലാം ഉപേക്ഷിച്ച് ഒരു നല്ല വേഷം തിരിച്ചു വരികയാണ്. അപ്പൊ ഈ ഗ്രാമത്തിലെ ആൾക്കാർക്ക് മനസ്സിലായി ഗ്രാമത്തിലാണ്. അപ്പൊ ശ്രദ്ധിച്ചു ആൾക്കാരെ അപ്പൊ ആൾക്കാർ എന്താണ് ചെയ്ത് അപ്പൊ കുട്ടികളുടെ നഗരത്തില് നമ്മുടെ അപ്പൊ ആൾക്കാർ പറഞ്ഞു ഇത് ഇയാൾ വിശുദ്ധനാണ്, അതുകൊണ്ട് അത് കുറിച്ച് വെച്ചത്. പണ്ടൊരു കാലത്ത് ആൾക്കാർ അയാളെ കുറിച്ച് പറഞ്ഞത് കള്ളാണ്. പക്ഷെ ഇന്ന് ആൾക്കാരെ മാറ്റി എഴുതി, ആൾക്കാരുടെ മനസ്സിലുള്ള ചിത്രം മാറി അയാളെ കുറിച്ച് വിശുദ്ധൻ. ഒരുപക്ഷെ നമ്മൾ ഇന്നലെ വരെ പാപികളായിരിക്കാം, എന്നാൽ യേശു കർത്താവ് എഴുതുക നമ്മുടെ പാപങ്ങൾ യേശു പറഞ്ഞ് കർത്താവ് രക്ഷകനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ദൈവം എന്ന് വിളിക്കുന്ന ഒരു പേരുണ്ട്, അതാണ് വിശുദ്ധൻ. ഇന്നലെ നമ്മുടെ പാപങ്ങൾ വിളിച്ച ദൈവം ഇന്ന് വിളിക്കുന്ന പേരാണ് വിശുദ്ധൻ. ആ വിശുദ്ധനായി എന്നതിന്റെ ഉറപ്പാണ് യേശു ക്രിസ്തുവിന്റെ ഉയർപ്പ്. So resurrection guarantees our justification. ഞാൻ വായിക്കട്ടെ. എഫേസ്യർ 1:18 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കും. എഫേസ്യർ 1:18 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കും. അവന്റെ വിളിയാനുള്ള ആശ ഇല്ലെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇല്ലെന്നും അവന്റെ ബലത്തിൻ ബലത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പമില്ലെന്നും നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിനെ വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും നമ്മളെ വാക്യം ചോദിച്ചു വായിക്കാം. പൗലോസ് എഫെസോസിലെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ പ്രാർത്ഥനകൾ വളരെ ചുരുക്കമായിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും അർത്ഥശൂന്യമായി മാറുമ്പോൾ ഇവിടെ പൗലോസ് വളരെ അർത്ഥവത്തായ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക. ഞാൻ അതിന്റെ മുഴുവൻ വിശദാംശങ്ങൾ പറയുന്നില്ല, ഒരു കാര്യം നാം തോന്നി പറയുന്നത്. പൗലോസ് പറയുകയാണ് യേശു ക്രിസ്തു മരിച്ചു അടക്കപ്പെട്ടു. അപ്പോൾ യേശു കല്ലറയിൽ കിടക്കുകയാണ്. ഈ കല്ലറയിൽ കിടക്കുന്ന യേശുവിനെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ അവൻ ഈ ദൈവത്തിന്റെ ഒരു ശക്തി ഇറങ്ങി വരണം. ആ ശക്തി എങ്ങനെ വിളിച്ചാല് ജീവൻ തിരിച്ചു വരണം. തകർക്കപ്പെട്ട അവന്റെ ശരീരം പൂർണ്ണ സൗഖ്യമാകും. അവനെ നുറുക്കപ്പെട്ട ശരീരം മുഴുവൻ സൗഖ്യമാകാൻ കഴിയില്ല. അവൻ കല്ലറയിൽ പുറത്തു വരണമെങ്കിൽ, ആ കല്ലറയുടെ ശക്തികളെ ഭേദിക്കണമെങ്കിൽ അവനിൽ ഇറങ്ങി വരേണ്ട വലിയൊരു ശക്തി വാക്കിനെയാണ്. അങ്ങനെ അവൻ ക്രിസ്തുവിൽ വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഉയർത്തി. അപ്പോൾ ഉയർപ്പിന്റെ ശക്തി പ്രാർത്ഥന കർത്താവേ ആ ഉയർപ്പിന്റെ ശക്തി അറിയുവാൻ എന്നെ സഹായിക്കണമേ. നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം എടുത്തു പറയട്ടെ. നമ്മൾ ക്രിസ്തുവിലൊക്കെ യേശുവിന്റെ ഒരു ശക്തിയുണ്ട്. യേശുവിന്റെ ഉയർപ്പ് ആ നമ്മുടെ ജീവിതത്തിൽ ഉറപ്പിനെ കാണിക്കുന്നത് പോലെ നമ്മളിലൊക്കെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തിയുണ്ട്. ദൈവമക്കളുടെ ഒരു സങ്കടം വരാം, ഭാരങ്ങൾ വരാം, മരണങ്ങൾ വരാം, നഷ്ടങ്ങൾ വരാം, രോഗങ്ങൾ വരാം. ഇതൊക്കെ വരുന്ന സമയം ദൈവമക്കളായിരിക്കുന്നവരെ ആത്മഹത്യ ചെയ്തില്ല. ഈ ലോകത്തിന്റെ ആൾക്കാരല്ല. കുടുംബത്തിൽ പ്രശ്നമുണ്ട്, ട്രെയിനിൽ കാണുന്നു, എന്തെങ്കിലും പ്രശ്നമുണ്ട്, പാലത്തിൽ കാണുന്നു. ഈ ലോകത്തിന്റെ ആൾക്കാർ ഏറ്റവും വലിയ പ്രശ്നം, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഒരു ഭാരം വന്നു കഴിഞ്ഞാൽ അവർക്ക് ആശ്രയിക്കാൻ ആരുമില്ല. അവർക്കുള്ള മനുഷ്യരെ മാറിപ്പോകുന്നു, നിസ്സാരരായിട്ട് മാറുന്നു. അവസാനം അവർ മരണത്തിന് വേണ്ടി നേരിടുന്നു. എന്നാൽ ദൈവമക്കൾ അങ്ങനെയല്ല. എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും അവർ കൂട്ടായ്മയിലേക്ക് വരുന്നു, അവർ ദേവദാസന്മാരുടെ അടുക്കൽ വരുന്നു, അവരെല്ലാം വീട്ടിൽ മുട്ടുകുത്തി ബൈബിളിട്ട് പ്രാർത്ഥിച്ചു പറയുന്നത് യേശുവേ എനിക്കൊരു പ്രശ്നമുണ്ട്, എന്നെ ഒന്ന് സഹായിക്കണമേ. യോഹന്നാൻ അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നത് നിങ്ങളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവരെക്കാൾ വലിയവനത്രേ. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാല് അപ്പോസ്തലൻ പൗലോസ് എഫേസ്യരിൽ പറയുന്നതിന്റെ ആവശ്യം ഇങ്ങനെയാണ്: ക്രിസ്തുവിനെ ഉയർപ്പിച്ച അതേ ശക്തി നമ്മിലും വ്യാപരിക്കുന്നു. ക്രിസ്തുവിനെ ഉയർപ്പിച്ച അതേ ശക്തി എന്നിൽ വ്യാപരിക്കുന്നു. ക്രിസ്തുവിനെ ഉയർപ്പിച്ച അതേ ശക്തി നമ്മൾ ഓരോരുത്തരിലും വ്യാപരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ അറിയാതെ കൊണ്ടു നടക്കുന്ന വലിയൊരു ശക്തി നമ്മളിലുണ്ട്. പക്ഷെ പലപ്പോഴും ഭാരങ്ങൾ വരുമ്പോൾ നിലവിളിക്കുന്നതിന് പകരം നമ്മൾ ഊട്ടുകുത്തിരുന്ന് പ്രാർത്ഥിക്കുക. ഭാരങ്ങൾ വരുമ്പോൾ ഭയപ്പെട്ട് പിന്മാറുന്നതിന് പകരം കൂട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക. രോഗത്തിന്റെ ശക്തികൾ വരാം, സങ്കടങ്ങൾ വരാം, കുടുംബത്തിലെ പ്രശ്നങ്ങൾ വരാം, നമുക്ക് മനസ്സിലാകാത്ത പ്രശ്നങ്ങൾ വരാം. പക്ഷെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ പിന്മാറി പോകരുതേ, വിശ്വാസം വിട്ട് അകരുതേ, അവിടെ ഇവിടെ ഓടി നടക്കരുതേ. ബൈബിൾ എടുക്കുക, കുട്ടികളിൽ പ്രാർത്ഥിക്കുക. നിങ്ങളിലുള്ള ഒരു ശക്തിയുണ്ട്, പുനരുദ്ധാനത്തിന്റെ ശക്തി ദൈവം നമ്മളിൽ പകർന്നു നൽകിയിരിക്കുന്നു. അപ്പോൾ ഉയർപ്പിന്റെ ഗുണം എന്താണ്? ഒന്ന്, നമ്മുടെ നീതീകരിക്കപ്പെടും എന്ന് പറഞ്ഞു. പുനരുദ്ധാനത്തിന്റെ ഗുണം എന്താണ്? രണ്ട്, പുനരുദ്ധാനത്തിന്റെ അതേ ശക്തി നമ്മളിൽ വ്യാപരിക്കുന്നു, ഇന്നുള്ള പ്രശ്നങ്ങളെ തരണം ചെയ്യുക. മൂന്ന്, വായിക്കട്ടെ. ഒന്നുകൂടി 15-ാം അധ്യായത്തിന്റെ 52
8-ാമത്തെ വാക്യമായിരുന്നു. 1 Corinthians 15-52 വാക്യം. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന്റെ സ്തോത്രം. എന്റെ പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവ് വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കുക. കർത്താവിന്റെ വേദിയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകും. വാസ്തവം 1 Corinthians 15-ാം അധ്യായത്തെ ഞങ്ങൾ ദൈവശാസ്ത്രം പഠിക്കുന്ന ആൾക്കാരെ വിളിക്കുന്നത് ഇത് പുനരുത്ഥാനത്തിന്റെ അധ്യായം എന്നാണ്. It is called as a chapter of resurrection of Christ. ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ച് ഏറ്റവും ആധികാരികമായിട്ട് പഠിപ്പിക്കുന്ന അധ്യായം 1 Corinthians 15. അപ്പോൾ ഇത് മുഴുവൻ പഠിപ്പിച്ചിട്ട് അപ്പോസ്തലൻ പൗലോസ് പറയുന്ന എന്റെ പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തു ഉയർത്തിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ കുലുങ്ങി പോകരുത്. അപ്പോൾ നമുക്കൊരു സംശയമുണ്ട് അല്ലേ? നമ്മുടെ ഈ കൂട്ടായ്മ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആരാധന സമയത്ത് ഒത്തിരി പ്രയാസങ്ങൾ വന്നിട്ടുണ്ടാകാം, ഒത്തിരി പ്രശ്നങ്ങൾ ദേവദാസന്മാരെ പ്രേക്ഷകരാണ് പ്രാർത്ഥിച്ചു, ദൈവത്തിന്റെ ആശ്രയിച്ചു. ഇന്ന് മനോഹരമായ ദൈവത്തിന്റെ ആലയമുണ്ട്. നമുക്കൊരു ഭാരം തോന്നിയേക്കാം, നാളെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കൂട്ടായ്മകൾ വളരുമോ? ഒരു ചുറ്റുപാടും മറ്റു പല ശക്തികളും വളർന്നു നമ്മൾ നിരീക്ഷിക്കുകയോ അവർ നമുക്കെതിരെ വരുമോ? ഇന്ന് പലപ്പോഴും സുരക്ഷിതം പ്രസംഗിക്കുവാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങളുണ്ട്. പണ്ടൊക്കെ ആരോഗ്യം ഭയങ്കര നടത്താം, പക്ഷെ ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. പണ്ടൊക്കെ VBS ആരോഗ്യം നടത്താം, പക്ഷെ ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. കാര്യങ്ങളുടെ മാറ്റങ്ങൾ വരുമ്പോൾ നമുക്ക് പല ഭയങ്ങളും വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, യേശുവിന്റെ ഉയർപ്പ് നൽകുന്ന മറ്റൊരു ഉറപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ പ്രവൃത്തികൾക്കും ഒരു ഫലമുണ്ട്. നമ്മുടെ ക്രിസ്തുവിന് വേണ്ടി ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കും ഒരു ഫലമുണ്ട്. ഞാൻ എപ്പോഴും ഓർക്കുന്നു, ഞാൻ ഒരു കത്തോലിക്ക പാരമ്പര്യത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്, കത്തോലിക്ക പാരമ്പര്യത്തിൽ. എന്നാൽ വളരെ ചെറുപ്പമാണിത്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു അമ്മച്ചിയുടെ കമലാൻ വായിക്കുന്നു. എനിക്ക് തോന്നുന്നു ഒത്തിരി നയ്യാറാം ഭാഗത്തു നിന്ന് ഞങ്ങളുടെ സ്ഥലത്ത് വന്ന് സുവിശേഷം പറയുന്നത് അമ്മച്ചി. ആ സമയത്ത് അമ്മച്ചി വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. അമ്മച്ചിക്ക് അങ്ങനെ ഒരേ ഒരു കാര്യം പ്രാർത്ഥിക്കുന്നത് വീടുകളോടും കയറി കത്തോലിക്ക വീടുകൾ മക്കളെ പ്രാർത്ഥിച്ചു. അപ്പൊ ഞങ്ങൾ പ്രാർത്ഥിക്കണമെന്നിരിക്കുന്നതാണ്. ശരി, ആയിക്കോട്ടെ. കത്തോലിക്കാൻ വേറെ ആരും പ്രാർത്ഥിക്കാൻ ശ്രമിക്കുന്നില്ല. അതൊന്നും പ്രാർത്ഥിക്കും. എടുത്തതായിട്ട് ഈ അമ്മച്ചി നമ്മൾ സുവിശേഷം പ്രസംഗിക്കുന്ന ആളല്ല, വേറെ കാര്യം ചെയ്യുന്ന ആളല്ല. മനുഷ്യ വസ്തുക്കളെ പക്ഷെ അമ്മച്ചിക്ക് നടന്ന് പ്രാർത്ഥിച്ച എല്ലാ ഭവനങ്ങളും യേശു കർത്താവിന് തുറക്കപ്പെട്ടു, മാനസാന്തരം ഉണ്ടായി, അവിടെ സഹോദരം ഉണ്ടായി. ഇന്ന് അവർ രക്ഷിക്കപ്പെട്ട കൂട്ടായ്മകളിൽ വരികയാണ്. ഞാൻ വളരെ ഭയത്തോടെ വളരെ ബഹുമാനത്തോടെ മനുഷ്യനെ രക്ഷിക്കുക. എന്റെ ആദ്യകാലൊക്കെ എന്നെ രക്ഷയിൽ നിർത്തുവാൻ എന്നെ പഠിപ്പിച്ചത് സുമാവായി മനുഷ്യൻ. ഇതിന്റെ പേര് പറയാൻ വെച്ചാല് ഇവരെല്ലാവരും വളരെ വലിയ പക്ഷെ പ്രാർത്ഥിക്കുന്നു ശക്തമായി. പക്ഷെ ഇവരെല്ലാം കണ്ടിട്ടാണ് പ്രാർത്ഥന കഴിയില്ല. പക്ഷെ അതിന്റെ പ്രാർത്ഥന ദൈവം ഒരു മറുപടി കൊടുത്തു. ഇന്ന് ഞാൻ സൂക്ഷിക്കുന്ന കാര്യങ്ങളിൽ അതിന്റെ പ്രധാനപ്പെട്ട അതിന്റെ പലപ്പോഴും പഠിപ്പിക്കുന്നെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട വീട്ടിലുള്ള അമ്മച്ചിമാരുടെ പ്രാർത്ഥനകളാണ്. അവര് എന്ത് സംഭവിക്കുന്ന ഒരു ഭയപ്പെട്ടില്ല. അവർ യേശുവിന്റെ സുവിശേഷമായ പല സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിക്കാൻ പറ്റുന്ന സഹോദരങ്ങളെ, നമ്മുടെ ഉയർത്തിന്റെ സന്ദേശം കേട്ട് വെറുതെ വീട്ടിലിരിക്കേണ്ടവരല്ല. നമ്മുടെ അടുക്കളോട് ശക്തമാണ് യേശുവിനെ കുറിച്ച് പറയുക. അവരെ പ്രബോധിപ്പിക്കുക. യേശു ഉയർത്തേണ്ടത്, യേശു അനുഗ്രഹിക്കട്ടെ എന്ന് പറയുക. ഞങ്ങളുടെ യേശു ഉയർത്തു, അതുകൊണ്ട് ഞങ്ങൾ ജീവിതത്തിൽ ശക്തമായിട്ട് പറയുക. ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് ഒരു മാനസാന്തരം വരും. അപ്പോൾ യേശുവിന്റെ ഉയർത്തിന്റെ പ്രത്യേകത നമ്മൾ ഒന്ന്, നമ്മൾ നീതീകരിക്കപ്പെടും എന്ന ഉറപ്പ്. രണ്ട്, നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ട് എന്ന ഉറപ്പ്. മൂന്ന്, നമ്മുടെ പ്രയത്നങ്ങൾക്ക് ഒരു ഫലമുണ്ട് എന്ന ഉറപ്പ്. നാല്, ഞാൻ മറ്റൊരു വാക്യം വായിക്കട്ടെ. 2 Corinthians 4-14 വാക്യം. 2 Corinthians 4:14. കർത്താവ് യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെ യേശുവോടുകൂടെ ഉയർപ്പിച്ച് നിങ്ങളോടുകൂടെ തിരുസന്നിധിയിൽ ഉയർത്തും എന്ന് ഞങ്ങൾ അറിയുന്നു. 2 വാക്യം. യേശുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവൻ ആത്മാവ് നിങ്ങളെ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ നാമത്തിൽ ഉയർപ്പിച്ചവൻ നിങ്ങളെ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മധ്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. ചുരുക്കി പറഞ്ഞാൽ യേശുവിന്റെ ഉയർപ്പ് നമുക്ക് നൽകുന്ന മറ്റൊരു ഉറപ്പുണ്ട്. നമ്മൾ ഒരിക്കലും ഉയർത്തരുത് എന്ന ഉറപ്പ്. യേശുവിനെ ജീവിച്ച കഥാപാത്രം എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ആർക്കറിയാം ജീവിക്കുമെന്ന്? അങ്ങനെ ജീവിക്കുമെന്നതിന്റെ ഉറപ്പാണ് യേശുവിന്റെ ഉറപ്പ്. ചുരുക്കി പറഞ്ഞാൽ യേശു ഉയർത്തത് കൊണ്ട് ഞാൻ ഉയരും. യേശു ഉയർത്തത് കൊണ്ട് നമ്മുടെയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ കല്ലറയിൽ കൊണ്ടുവരിക. പടക്കപ്പാടി കൊണ്ടുവരിക. എന്തിനാണ് കൊണ്ടുവയ്ക്കുന്നത്? യേശു കർത്താവിന്റെ 2ാം വരവിൽ ഒരുപക്ഷെ വിശുദ്ധന്മാർ 2000 വർഷക്കാലം
പക്ഷേ 1 വായിച്ചാൽ അന്ന് പ്രധാന ദൂതന്റെ കാഹളം കേൾക്കുന്ന മാത്രയിൽ ക്രിസ്തുവിൽ മരിച്ചു കഴിയാൻ ഉയർത്തുന്ന ഒരു ദിവസമുണ്ട്. ദൈവത്തിൽ നിന്ന് ആത്മാവ് ശരീരത്തിലേക്ക് മടങ്ങി വന്ന് കല്ലറെല്ലാം പിളർന്ന് വിശുദ്ധന്മാരെ പുറത്തേക്ക് ഉയർത്തുന്ന ഒരു ദിവസമുണ്ട്. ആ പുനരുദ്ധാനമുണ്ട്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഉയർത്തും എന്നതിന്റെ ഉറപ്പാണ് യേശു ക്രിസ്തുവിനെ ഉയർത്തുന്നത് നമുക്ക് നൽകുന്നത്. അപ്പോൾ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർമ്മിച്ചു. യേശുവിന്റെ ഉയർപ്പ് എന്തുകൊണ്ടും നമുക്ക് ഏറ്റവും ആലോചിച്ചു കഴിഞ്ഞാൽ ഞാൻ നീതീകരിക്കപ്പെട്ടതിന്റെ ഉറപ്പ്. 2 എന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ട് എന്നതിന്റെ ഉറപ്പ്. 3 എടുത്തു പറഞ്ഞു നമ്മുടെ പ്രയത്നങ്ങൾ വ്യർത്ഥമല്ല എന്നതിന്റെ ഉറപ്പ്. 4 ഞാനും ഇന്നല്ലെങ്കിൽ നാളെ മരിച്ച് എന്റെ ശരീരം അവർ അടക്കം ചെയ്താലും ഞാൻ ഉയർത്തും എന്നതിന്റെ ഉറപ്പ്. ഒരു കാര്യം പറഞ്ഞു നിർത്തണേ. അപ്പൊ ദൈവങ്ങൾക്ക് ഇതാണ് ഉറപ്പ്. രക്ഷിക്കപ്പെടാത്തവർക്ക് എന്തിനുള്ളൂ? പുസ്തകവുമായി ബന്ധപ്പെട്ട ഉണ്ട്. ഒരു വാക്യം അപ്പോസ്തലർ 16 അധ്യായത്തിൽ അത് 34 വാക്യത്തിൽ പൗലോസ് പുസ്തകം പറയുന്നില്ല. അപ്പോസ്തലർ 17:30. എന്നാൽ അറിയാനുള്ള കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലാവരും മാനസാന്തരപ്പെടുന്നത് മനുഷ്യരോട് കൽപ്പിക്കുന്നു. വാക്യം 31. താൻ ജീവിച്ച വിശുദ്ധാന്തരൻ ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കാൻ അവൻ ഒരു ദിവസം നിശ്ചയിച്ചു. അവനെ, അതായത് യേശുവിനെ മരിച്ചവരുടെ ഉയർത്തെ നിർമ്മിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയിരിക്കും. യേശുവിന്റെ ഉയർപ്പ് വിശ്വാസികളായ നമുക്ക് ദൈവകാലത്ത് 4 വ്യത്യസ്ത മിനിമം അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ അവിശ്വാസികൾക്ക് എന്താണ് പുസ്തകത്തിൽ പറയുകയാണ്. ഒരു ദിവസമുണ്ട്, ഒരു ന്യായവിധിയുടെ ദിവസമുണ്ട്. ഈ ലോകത്തുള്ള സകല മനുഷ്യരും ഈ മരിച്ചു ഉയർത്തപ്പെട്ട നിൽക്കേണ്ടി വരും എന്നുള്ളത് പറഞ്ഞാൽ ലോകത്തിന് ഒരു ന്യായവിധിയുണ്ട് എന്നുള്ളതാണ്. സഹോദര സഹോദരി, നമ്മിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ദാനമാണ്. അതിന്റെ പ്രധാന കാരണം യേശു ഉയർത്തണം. ഞാൻ പറഞ്ഞു വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉയർത്തണം. ഇന്ന് ഞാൻ ദൈവമായിരിക്കുന്നതിന്റെ പ്രധാന കാരണം ക്രിസ്തു ഉയർത്തണം. യേശു ഉയർത്തിനായിരുന്നു വിശ്വാസം ഉയർത്തണം. ഞാൻ പറഞ്ഞ 4 പ്രധാന കാര്യം. നമ്മുടെ നീതീകരണത്തിന്റെ ഉറപ്പ് യേശുവിന്റെ ഉയർത്തണം. ഞാൻ പറഞ്ഞു നമ്മുടെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി യേശുവിന്റെ ഉയർപ്പ് നൽകുന്ന മറ്റൊരു ഘട്ടം. നമ്മുടെ അധ്വാനത്താൽ വ്യർത്ഥമല്ല എന്നത് യേശുവിന്റെ ഉയർപ്പ് നൽകുന്ന മറ്റൊരു ഉറപ്പാണ്. അത് മാത്രമല്ല നമ്മളെല്ലാവരും ഉയർത്തപ്പെട്ടുള്ള ഉറപ്പ് കർത്താവിനെ നമ്മുടെ ഒരുപക്ഷെ ഇന്നും ഒരു ഈസ്റ്റോടെ നമ്മളിട്ട് കടന്നു പോകുന്നു. നമ്മൾ രാവിലെ കഷ്ടപ്പെട്ടു അതെല്ലാം നമ്മുടെ പണിക്ക് പോകുന്ന ഉയർപ്പായിട്ടല്ല. നമ്മിൽ ഈ ഉയർപ്പിന്റെ സന്ദേശങ്ങൾ കടന്നു വരട്ടെ. എന്റെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാവട്ടെ. ആ ജീവിച്ചിരിക്കുന്ന യേശുവിന്റെ ജീവനുള്ള സാക്ഷി നിൽക്കുന്നവരെ എന്നെ സഹായിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് അത്ഭുതം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചൊല്ലും. പുനരുത്ഥാനത്തിന്റെ സന്ദേശം ആധികാരികമായി തിരുവനന്തപുരത്തിലൂടെ കേൾക്കുവാൻ ഇടയാക്കപ്പെട്ട ക്രിസ്തുവിന്റെ ഉയർപ്പ് നമ്മെ നീതീകരണത്തിലേക്ക് നയിക്കുന്നു. ക്രിസ്തുവിന്റെ ഉയർപ്പ് പരിശുദ്ധാത്മാവിന്റെ ആത്മീയ ശക്തി നമ്മിൽ പകരുന്നു. ക്രിസ്തുവിന്റെ ഉയർപ്പ് നമ്മുടെ പ്രയത്നം വ്യർത്ഥമല്ല എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ഉയർപ്പ് നാളെ ക്രിസ്തുവിൽ വരച്ച് ഉയർത്തിയിരിക്കുന്നു. കർത്താവേ, സ്വർഗീയ പിതാവേ, തിരുവനന്തപുരത്തെ അത്ഭുതങ്ങളെ കാണേണ്ടത് ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമെന്ന് ഭക്തന്മാർ പ്രാർത്ഥിച്ചതുപോലെ തിരുവനന്തപുരത്തിലെ ഈസ്റ്റർ സന്ദേശം ഞങ്ങൾക്ക് പുതുജീവനും പുതുശക്തിയും പകരുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറന്നുകൊണ്ടുള്ളവർക്കായി സ്തോത്രം. പ്രാർത്ഥിക്കുന്നു. ദൈവം കൊടുത്തിരിക്കുന്ന പരിജ്ഞാനത്തിനായി സ്തോത്രം. അനേകം ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ, അനേകം നീതീകരണത്തിലേക്ക് നയിക്കുവാൻ, അനേകത്തിലേക്ക് അത്യന്ത ശക്തി ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുവാൻ കർത്താവെ ഞങ്ങൾക്കും ഒരു വീണ്ടെടുപ്പുണ്ടെന്ന് പറയുവാൻ, കർത്താവെ ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർക്ക് ഒരു ന്യായവിധിയുണ്ടെന്ന് പറയുക. എന്റെ ദാസങ്ങളോട് ഞങ്ങളെ പഠിപ്പിക്കുന്നവർക്കായി സ്തോത്രം. തിരുവചനത്തെ ഞങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിച്ചു
സമാധാനത്തോടെ പറഞ്ഞയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷത്തോടെ പറഞ്ഞയക്കണമേ. തിരുസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് കഥാവെ വീണ്ടും ജീവിക്കുവാനുണ്ടെന്ന് സഹായിക്കും. ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ സന്ദേശം ഞങ്ങൾക്ക് ഈ പ്രഭാവം നൽകുന്നതിനായി സ്തോത്രം. കർത്താവിന്റെ കൃപ മഹത്വം യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവേ, നമ്മോട് നമ്മുടെ വർഗത്തോട് വർഗ്ഗം സംസാരിച്ച ദാസനോട് ഇരിക്കുമാറാകട്ടെ. ആമേൻ. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താനിനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹേയ് മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? ഹേയ് പാതാളമേ, നിന്റെ ജയം എവിടെ? റോമൻ മുദ്രകളെ തകർത്തെറിഞ്ഞുകൊണ്ട് ലോകരക്ഷിതാവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നിങ്ങൾക്കേവർക്കും CSI കാച്ചാണി സഭയുടെ ഈസ്റ്റർ ദിനാശംസകൾ.